ഭോവിക്കാനം സ്കന്ദ ചകിരി ഫാക്ടറിയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയുടെ 3 യൂണിറ്റ് വാഹനങ്ങളെത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. കാസർഗോഡ് ഭോവിക്കാനം പാണൂരിലെ സ്കന്ദ ചകിരി ഫാക്ടറിയിൽ ഞായറാഴ്ച രാത്രി 8:30ഓടെയാണ് വൻ തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച അവധിയെ തുടർന്ന് തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. പാണൂരിലെ ഹരികൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഉടമയുടെ വീടിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. സമീപത്തുള്ള വീട്ടുകാർ തീപിടിച്ചത് കണ്ട് ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി സണ്ണി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ സേന സംഭവസ്ഥലത്ത് എത്തുകയുമായിരുന്നു. തീ കൂടുതലിടങ്ങളിലേക്ക് പടർന്നു പിടിച്ചതിനാൽ ഉടൻ തന്നെ ഉപ്പള, കുറ്റിക്കോൽ നിലയങ്ങളിലും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് 3 യൂണിറ്റ് വാഹനങ്ങളും 2 JCB ഇവയൊക്കെ സ്ഥലത്തെത്തി. 8 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. തീ പിടിച്ചതിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ V സുഗു, VV സുമേഷ്, ഷിജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ S അരുൺകുമാർ, S അഭിലാഷ്, T അമൽരാജ്, PC മുഹമ്മദ്, സിറാജുദ്ദീൻ, K അനന്തു എന്നിവരും മറ്റ് 10ഓളം ജീവനക്കാരും സംഘത്തിൽ ഉണ്ടായിരുന്നു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം പ്രതീക്ഷിക്കുന്നു. News 14 ലൈവ്, കാസർഗോഡ്.